പാപ്പിനിശ്ശേരി മൂന്ന് പെറ്റുമ്മ പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട്. മൂന്ന് പെറ്റുമ്മ പള്ളി എന്ന് പറഞ്ഞാൽ പണ്ടൊരു ഉമ്മ മൂന്ന് പെറ്റത്രേ. അന്നൊക്കെ ഇരട്ട പ്രസവിക്കുന്ന കാലമായിരുന്നു. അപ്പോൾ അന്ന് മൂന്ന് പെറ്റത് കൊള്ളാം, നല്ലൊരു ചാൻസായി. അപ്പോൾ മൂന്ന് പെറ്റുമ്മയെ കബറടക്കിയെടുത്ത് ഒരു കബറുമൊക്കെ റെഡിയാക്കിയെടുത്ത് അങ്ങനെ മൂന്ന് പെറ്റുമ്മ പള്ളിയായി ആ പള്ളി മാറി. സംഗതി ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ആ 5 പെറ്റുമ്മമാർ ഉള്ളവരുണ്ട്. 3 പെറ്റുമ്മമാർ പലരും ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു 3 പെറ്റുമ്മ ഉണ്ട്. പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്. 3 പെറ്റുമ്മമാർ പലയിടത്തും ഉണ്ട്. 12 പെറ്റുമ്മമാരുള്ള ഒരു ലോകമാണ്. അപ്പോൾ അവിടെയാണ് 3 പെറ്റുമ്മ പള്ളി എന്ന് പറയുന്നൊരു പള്ളി റെഡിയാക്കി എല്ലാം ശരിയാക്കി എടുത്തത്. പിന്നെ കുഴപ്പമൊന്നുമില്ല. അവിടെ എല്ലാം സംഗതിയെല്ലാം റെഡിയാക്കി എടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്താ, ഈ 3 പെറ്റുമ്മ പള്ളി എന്ന് പറഞ്ഞിട്ട് ആ പെറ്റ കബർ അവിടെ കിടന്നുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അതിൽ നിന്ന് കാശ് പറയണ്ടേ? അതൊക്കെ പറയുന്നതിന് മുമ്പ് ആമുഖമായി പറയട്ടെ, ഞാൻ ഖബർ സിയാറത്ത് ചെയ്യുന്ന ആളാണ്. എൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിൻ്റെ അടുത്ത് സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. ഞാൻ മൂന്നാം ദിവസം ഇത് ചടങ്ങൊക്കെ നടത്തിയ ആളാണ്. 7 നടത്തിയ ആളാണ്. വാപ്പയുടെ ഉമ്മയുടെയൊക്കെ ആണ്ടിന് ഞങ്ങൾ സഹോദരങ്ങളും അടുത്ത കൂടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. കാരണം ഇത് പറയുമ്പോൾ ഇവൻ ഒഹാബിയാണ്, ഇവൻ പുത്തൻ വേദക്കാരനാണ്, 4ാം വേദക്കാരനാണ്, ഗുസ്തിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കച്ചവടക്കാർ കഥാപ്രസംഗക്കാർ ഇറങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഏതായാലും 3 പെറ്റുമ്മ പള്ളിയിൽ 2-3 സംഗതികൾ നടന്നു. ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. നമ്മളിന്ന് കണ്ണൂർ പാപ്പിനിശ്ശേരി ഉമ്മാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. ഖബർസ്ഥാന്റെ മേലിൽ കൂടിയാണ് ഇവിടെ ചന്ത കെട്ടിയേക്കുന്നത് മൊത്തം. ഇവിടെ പാപ്പിനിശ്ശേരി കാട്ടപ്പള്ളിയിൽ മയ്യത്ത് കിടക്കുന്ന സ്ഥലമാണ്. മയ്യത്ത് ഒരു മനുഷ്യൻ ഔലിയായാലും സാധാരണക്കാരനായാലും തങ്ങളായാലും മൊയിലാരായാലും ആരായാലും അയാളുടെ റൂഹ് പോയി കഴിഞ്ഞാൽ ആ റൂഹ് അള്ളാഹുവിലേക്ക് എത്തിക്കും. അതിനുശേഷം മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞാൽ ഖബർസ്ഥാനിൽ എന്ത് ചെയ്യണം എന്ന് വളരെ വിശദമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നി പണ്ഡിതന്മാർ പഠിക്കുന്ന കിതാബുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ ഖബറിൻ്റെ മേൽ സിമൻറ്റ് കെട്ടാൻ പാടില്ല, സിമൻറ്റ് കൂന കെട്ടാൻ പാടില്ല, ബിൽഡിംഗ് എടുക്കാൻ പാടില്ല, പള്ളി പണിയാൻ പാടില്ല, മക്കാമ പണിയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം പാണക്കാട്ടുള്ള ഒരു തങ്ങൾ വന്നിട്ടാണ് ഖബർസ്ഥാൻ ഉദ്ഘാടനം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ സഹാബാക്കളുടെയോ താബിഈങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു ഖബർ പോലും ഉദ്ഘാടനം ചെയ്യുന്ന രംഗം ഇസ്ലാമിൻ്റെ ചരിത്രത്തിലോ കിതാബിലോ നിങ്ങൾ കാണിക്കാൻ പറ്റുമെങ്കിൽ എന്നോട് നേരിട്ട് നിങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരാം. ഇത് ശിർക്കാണ്. കാരണം ഇവിടെയൊക്കെ നടക്കുന്ന ചില സംഭവങ്ങൾ, 3 പെറ്റുമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി ഇവിടെ മരിച്ചിട്ടുണ്ട്. അവരുടെ ദർജ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. അത് അള്ളാഹുവായിട്ടാണ്. കാരണം അവസാനം ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിച്ചതാണോ, കലിമ ചൊല്ലി മരിച്ചതാണോ, ഷഹാദത്തിൽ മേലിൽ മരിച്ചതാണോ, അല്ല വേറെന്തെങ്കിലും അവസ്ഥയിൽ മരിച്ചത് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ നമ്മൾക്ക് ദുആ ചെയ്യുക, അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക. അവിടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ, അവിടെ ഖബർ വിശാലമാകാൻ, അവിടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ നാളെ മരിച്ചു പോകും എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ സിയാറത്ത് സുന്നത്താക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ ഉമ്മാൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 മണിക്കൂറാണ് ഞാനിന്നിപ്പം റോഡിൽ ബ്ലോക്കായിട്ട് ഇപ്പോൾ ഈ 12:30 ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഗാനമേളയാണ്. ഈ ഖബർസ്ഥാന് ചുറ്റുഭാഗവും ഗാനമേള, പാട്ടും മ്യൂസിക്കും. എന്താണ് ഖബർസ്ഥാനിൽ വരുമ്പോൾ എന്താണ് ചെല്ലാൻ പഠിപ്പിച്ചത്? അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ നമ്മൾ നാളെ അസ്സലാമു അലൈക്കും ദാറഖൗമുൽ മുഅ്മിനീൻ നമ്മൾ നാളെ മരിച്ചു പോയി ഇവിടെ കിടക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ സിയാറത്ത് സുന്നത്താക്കി. പക്ഷെ ഇവിടെ ഗാനമേളയാണ്, പാട്ടാണ്. ഇപ്പം നമ്മുടെ ഉമ്മാനെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഇവിടെ കുറേ സ്ത്രീകളും ആണുങ്ങളൊക്കെ ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂളിംഗ് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ട് ഈ പാതിര 12:45 ഏത് ഇസ്ലാം? പിന്നെ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റോടും സെക്രട്ടറിയോടും നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ നാട്ടുകാരി പാപ്പിശ്ശേരിക്കാനാണ്. പണ്ട് കാലത്ത് പറഞ്ഞത് ഖബറുകൾ നീളം വെക്കുന്നില്ല. 1 ഇഞ്ച് ഖബർ നീളം വെച്ചിട്ടില്ല. നിങ്ങൾ വെച്ച ഇഷ്ടിക, സിമൻറ്റ്, കല്ല് നീളം വെപ്പിച്ചതല്ലാതെ പറ. പിന്നെ നാട്ടിലുള്ള ഇൽമില്ലാത്ത പാമരന്മാരായ ഒരുപാട് സഹോദരിമാരുടെ ഇടയിൽ ഇവിടെ വന്ന് ഇവരോട് ദുആ ചെയ്താൽ കുട്ടികൾ കിട്ടും, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നുള്ളൊരു വിശ്വാസം എന്നിട്ട് അത് ശിർക്കാണ്. ആ ഒരു വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത്. എന്താ കാരണം എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ നാളെ നമ്മൾ ഹാജരാവണം. ഹാജരായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹു ചോദ്യം ചെയ്യും. എന്തിനാണ് അള്ളാഹു നബിമാരെയും സഹാബാക്കളെയും പരിശുദ്ധ ഖുർആനും നമുക്ക് തന്നിരിക്കുന്നത്? അതായത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്.
നന്മയായ കാര്യങ്ങൾ ഉപദേശിക്കുകയും തിന്മയായ കാര്യങ്ങൾ തടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, പള്ളികൾ ഇസ്ലാമിൽ വിരുദ്ധമാണ്, ഷിർക്കാണ്, പൂർണ്ണമായി ഷിർക്കാണ്. പിന്നെ ഇതിനു വേണ്ടി ഇത് ഹക്ക് സംസാരിക്കുമ്പം എന്ത് കമ്മിറ്റി, ഏത് കമ്മിറ്റി? ഞാൻ എന്റെ ഉമ്മാരെ കബറെടുത്താ ഇവിടെ നടക്കുന്ന ഗാനമേള, ഇവിടുന്ന് കബറിന്റെ മുകളിൽ ഇസ്ലാമിന് വിരുദ്ധം. റഷീദ് ഹദീസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? എന്താ കബറിന്റെ മേലുള്ള സാധനം വെച്ചേക്കുന്നേ പറഞ്ഞെന്തായിപ്പോന്നാ തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുമ്പം അതിന് ശരിയാണെന്ന് പറയാനല്ലേ കഴിയുന്നത്? അല്ല, നിങ്ങൾ തെറ്റാണെന്ന് പറയുന്നത് നിങ്ങളോട് തന്നെ പറയുന്നത്. ഒരു തിരക്ക് വന്നിട്ട് ഇതില്ലാന്നൊക്കെ പറയലല്ലോ. റഷീദ് ഭായി ചീർക്കാണ്. സയ്യിദ് അലി താഹ പൂക്കോയത്തങ്ങൾ പാപ്പിൻഷല്ലെ അറിയപ്പെടുന്ന കുടുംബത്തിലുള്ള തങ്ങളുടെ ഒരു ഖബറാണ്. എൻ്റെ കാരണവർ ഖബറാണ്. ഈ ഖബറിൻ്റെ മേലെയാണ് നിങ്ങൾ കാണുന്നില്ലേ കട്ടിലും തുണിയും ഷർട്ടും വേസ്റ്റും ഇവരുടെ സാധനങ്ങളും എല്ലാം ഇതിൻ്റെ മേലെയാണ്. തൊട്ടടുത്ത് കിടക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ വഹാബിൻ്റെ അബ്ദുൽ ഖാദറിൻ്റെ ഉപ്പ ഇബ്രാഹിം കുട്ടിക്കാൻ്റെ ഖബർ. ഈ ഖബറിൻ്റെ മേലെയാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. ഇത് എന്ത് ഇസ്ലാം? എവിടുത്തെ ഇസ്ലാം? കണ്ടില്ലേ എന്താ സംഗതി? അടിപൊളിയല്ലേ? നമ്മൾ സാധാരണ മയ്യത്തടക്കാനൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഖബറിൻ്റെ അടുത്തോളം ഖബർ തൊടല്, ഖബറിൻ്റെ അടുത്തുള്ള അദാബുകൾ പാലിക്കണം, ഖബറിൻ്റെ അടുത്തുള്ള ഔറത്തുകൾ സൂക്ഷിക്കണം, ഖബറിൻ്റെ അടുത്ത് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. സ്ത്രീകൾ പ്രത്യേകിച്ച് ഖബറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അന്യപുരുഷന്മാരുടെ ഖബറുകളാണെങ്കിൽ അത് പ്രത്യേകമായി കരുതണം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം വഴലുകൾ നടത്തുന്നവരാ, എന്തെല്ലാം ന്യായങ്ങൾ പറയുന്നവരാ. സുനിത വില്യംസിനെ കയറ്റിയ പള്ളിയിൽ ബാക്കിയുള്ളവരെ കയറ്റാഞ്ഞ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒത്തിരി ന്യായങ്ങളൊക്കെ പറയുന്ന ആളുകളാണ്. പക്ഷേ സംഗതി നോക്ക്, ആ ഖബറിൻ്റെ പുറത്തേക്ക് കണ്ടില്ലേ, ആ സ്ഥലം കെട്ടി ആ കാലങ്ങ് കൊടുത്ത് അങ്ങ് റെഡിയാക്കി അതിൻ്റെ പുറത്ത് കച്ചവടവും നടത്തി വാടകയും നടത്തി. എന്നിട്ട് അവസാനം ഇറങ്ങി വരുന്നത് കണ്ടില്ലേ, ജമാഅത്ത് ഭാരവാഹികൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ കണ്ടില്ലേ, ആ പറച്ചിലും അവരുടെ ആ വർത്തമാനമൊക്കെ കേട്ടില്ലേ. നമ്മുടെ നാട്ടിലെ പോലീസ് ഓഫീസർമാർ പോലും ഇതുപോലെ പറയത്തില്ല, അതുപോലത്തെ ന്യായമാണ് പറയുന്നത്. സത്യത്തിൽ ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്കൊക്കെ ഈ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നവർ ചോദിക്കുന്ന കാര്യം കൊടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഈ കുത്തിവെച്ച കുറ്റി പൊക്കി ഊരിയെടുത്ത് യവന്മാരുടെയൊക്കെ നെഞ്ചത്തടിക്കൂല്ലേ, അടിച്ചേനെ. പക്ഷേ ഇത് അടിച്ചില്ലല്ലോ, അതാണ് കാര്യം. എന്ന് വെച്ചാൽ ഖബർ കാണിച്ചും കച്ചവടം നടത്തും, പേര് പറഞ്ഞും കച്ചവടം നടത്തും, അതിൻ്റെ പുറത്ത് പന്തലിട്ടും കച്ചവടം നടത്തും, അവരെ നെഞ്ചത്ത് വിറ്റും കച്ചവടം നടത്തും. ആരും ഒന്നും പറയരുത്. പറഞ്ഞാൽ ഈ ഇൽമില്ലാത്തവൻ, അറിവില്ലാത്തവൻ, അഹങ്കാരി, നിഷേധി, പിന്നെ മറ്റോൻ, പിന്നെ മുജാഹിദുകാരൻ, പിന്നെ പുത്തമ്പാതി എന്നൊക്കെ പറഞ്ഞുള്ള ന്യായങ്ങളൊക്കെയാണ് അതിന് മറുപടി. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, മതമാണെന്നും പറഞ്ഞിറങ്ങി ഇതുപോലെ കുറേ മാഫിയ തലവന്മാർ കുറേ മാഫിയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വെച്ച് ഈ ഖബറിൻ്റെ പുറത്ത് പന്തലിട്ട് അതിൻ്റെ പുറത്ത് ആളുകൾ കയറി ചവിട്ടി നിന്ന് അതിൻ്റെ പുറത്ത് ജട്ടിയും ബനിയനും വിൽക്കുന്ന കടകളും നടത്തിയിട്ടാണ് അവൻ്റെ 3 പെറ്റുമ്മ പള്ളിയിലെ 3 പെറ്റുമ്മ നേർച്ച. കഷ്ടം.